പെട്രോൾ പമ്പിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടി. പൊളിക്കാൻ പറ്റിയ റോഡാണ് കഴിച്ചത്. നമുക്ക് പൊളിക്കുകയും ചെയ്യാം, മാന്യമായിട്ട് വേണമെങ്കിൽ ഓടിക്കുകയും ചെയ്യാം. അതിന് പറ്റിയ റോഡാണ്. പിക്ക് എടുക്കണമല്ലോ. ഏത് വണ്ടി? അത് ടച്ച്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെന്നൈ റൂട്ടിലെ ആമ്പൂരിനടുത്തുള്ളൊരു സ്ഥലത്താണ്. നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബാംഗ്ലൂർ സേലം റൂട്ടുണ്ട്, അവിടെ വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു പ്ലാൻ. അതിനു മുമ്പ് പെട്രോൾ അടിക്കണം, പെട്രോൾ ഫില്ല് ചെയ്യാണ്ട്. അപ്പം ഇവിടെ അടുത്തൊരു HBയുടെ പമ്പുണ്ട്, അവിടെ 95 കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പോയോക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിതാ പോകുന്നു. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനി പെട്രോൾ ഫില്ല് ചെയ്യാണ്ട്, കാരണം അല്ലെങ്കിൽ ബാംഗ്ലൂർ എത്തത്തില്ല. വരുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ചൂടായി തുടങ്ങി. പോവാം. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യൂ ടേൺ എടുക്കണം. ഇങ്ങനെ നേരെ പോയാൽ ചെന്നൈയിലോട്ടാണ് പോകുന്നത്. നല്ല കിടിലൻ റോഡാണിത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യൂ ടേൺ എടുത്തിട്ട് വേണം ബാംഗ്ലൂരിലോട്ട് പോകാനായിട്ട്. അയ്യോ, ഇവിടെ ക്ലോസ് ചെയ്തോ? ലോറിക്കാരാ വരല്ലേ. സ്ട്രീറ്റ് ട്രിപ്പിൾ ഡയറ്റോണ CBR 650. Let's go. പെട്രോൾ പമ്പ് ആർക്കും വലിയ ധാരണയില്ല എവിടെയാണെന്നുള്ളത്. എന്തായാലും നമുക്കൊരു ടോൾ വരുന്നുണ്ട്. ആ ടോളിൻ്റെ കുറച്ച് മുമ്പിലായിട്ടാണ് പെട്രോൾ പമ്പ് വരുന്നത്. അത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പമ്പ് മിസ്സായാൽ പിന്നെ തീർന്നു. കാരണം പിന്നെ 95 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണഗിരി കഴിയണം. അപ്പോൾ അതുവരെ എത്താനുള്ള പെട്രോൾ എന്തായാലും ടാങ്കിൽ കാണത്തില്ല. ഞാൻ എൻ്റെ ഈ ഒരു പുതിയ ഹെൽമെറ്റിലോട്ട് മാറാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ HJC R70 ആയിരുന്നു. അത് ഒരു ടൂറിങ് ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ടക്കിങ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇവിടെ നിന്നുള്ള വിസിബിലിറ്റി തീരെ കുറവാണ്. കാരണം ഇവിടെ എനിക്ക് ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഇത് മാത്രമല്ല, അത് ഏകദേശം ഒരു 3 വർഷവും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ തലയാണല്ലോ എല്ലാം, അങ്ങനെ ചേഞ്ച് ചെയ്താണ്. ഏതായാലും നോക്കാം. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് ആ ഒരു നമ്മൾ ടക്കിങ് ചെയ്യുമ്പം ഫ്രണ്ടിലോട്ടുള്ള വിസിബിലിറ്റി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലൊരു വലിയൊരു ട്രക്ക് പോകുന്നുണ്ട്, GSX-R. ഈ ഒരു GSX-Rൻ്റെ ആ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇതിന് ശേഷം ഇറങ്ങിയ GSX-Rൻ്റെ അത് നല്ലൊരു സംഭവമാണ്, നല്ല ഡിസൈനാണ്.
SC പ്രോജക്റ്റാണ് അത്. മറ്റേതുമില്ല, DB കില്ലറും ഇല്ല, ഓപ്പണാണ്, ഭയങ്കര ലൗഡാ. പുള്ളിക്ക് ആരത്ത് പോയി. അപ്പം ഇതാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ പമ്പ്. യെസ്, ഇത് തന്നെയാണ്. പവർ ഇതെയാ ഫുള്ളാക്ക്. പെട്രോൾ അടിച്ചു കഴിഞ്ഞ് അപ്പം ഒരു ഫോട്ടോ സെഷൻ ആകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് പെട്രോൾ പമ്പിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടി. ഒരു വണ്ടിയും കൂടി ഉണ്ടല്ലോ. ആ, ഒരാളും കൂടെ വരാണ്ട്. എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് നല്ല സ്ഥലം വിടാം. ഓക്കെ, അതാ അടുത്ത ആൾ വരുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കുക, വേഗം പോവാം. പിക്ക് എടുക്കണമല്ലോ. ഏത് വണ്ടി? അത് ടച്ച്. ആ, ഫ്രണ്ടിൽ നിന്നോ? അപ്പോൾ അവൻ്റെ ആഗ്രഹം കഴിഞ്ഞു. ഇത് അടുത്ത ഫോട്ടോഷൂട്ടാണ്. കാണാനും ഭംഗിയുണ്ട്. ആ, ഇല്ല. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി സംസാരങ്ങൾ കുറവായിരിക്കും, കാരണം കിടിലൻ റോഡാണ്. സംസാരിക്കാൻ നിന്ന ഒന്നും നടക്കില്ല. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ അവരെല്ലാവരും പോയി, നമ്മൾ ബാക്കിലായി. അധികം സംസാരമൊന്നും കാണത്തില്ല ഗായ്സ്. അയ്യോ, പണി പാളി ഗൈസ്. കാരണം ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ അവർ ഒരുപാട് ഫ്രണ്ടിലെത്തി കാണും. അപ്പം ഇനി അധികം നിൽക്കാനൊന്നും സമയമില്ല, പോവാം.
ഭയങ്കര പാടായിരിക്കും കാണിച്ചു. എല്ലാവരും വെച്ച് പിടിക്കായിരിക്കും. അവരെ കാണാൻ തുടങ്ങി ഗൈസ്. ഇതാ പോകുന്നു നമ്മുടെ അടുത്ത കളി. കാരണം അവിടുന്ന് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് എനിക്കൊരു സംശയം, നമ്മളെ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത്. ആക്ച്വലി ഇട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ലെന്ന് വെച്ചിട്ട് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത്. സത്യം പറയുകയാണെങ്കിൽ കുഴങ്ങിട്ടോ, നല്ല പിടുത്തം അവിടുന്ന് ഇവിടെ വരെ പിടിച്ചേ. പോവാ എല്ലാവരും പോട്ടെ. പൊളിക്കാൻ പറ്റിയ റോഡാണ് കഴിച്ചത്. നമുക്ക് പൊളിക്കുകയും ചെയ്യാം, മാന്യമായിട്ട് വേണമെങ്കിൽ ഓടിക്കുകയും ചെയ്യാം. അതിന് പറ്റിയ റോഡാണ്. കാരണം ട്രാഫിക് പറ്റ കുറവായി ഈ റോഡിൽ. അവിടെ നല്ല സുഖമാണ്. അതിൻ്റെ ഓപ്പൺ റോഡ് കിടക്കുന്നുണ്ടില്ലേ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേ നമുക്ക് ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷുഹൈബ് ബ്രോനെ ടണ്ണാറ്. പുള്ളിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിച്ച് പൊളിച്ച് തീർത്താനെ.
ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ആ മൂല പിടിച്ച് വരുന്ന റിസ്ക്കാ. എനിക്കറിയില്ല ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. കാരണം ഞാൻ ഗോപ്രോ ഇതുവരെ മാനുവൽ സെറ്റിങ്സിൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ എല്ലാം മാനുവലാണ്. ഷട്ടർ സ്പീഡും ISO എല്ലാം മാനുവലാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ലെൻസിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിന് പറയാം തന്നെ ഫിൽറ്ററോ ലെൻസിൻ്റെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എന്താവും എന്നുള്ള വലിയ ഐഡിയ ഇല്ല. പോണോ ഡയറ്റോണോ അയ്യോ ഇവിടെ എത്തിയോ? സോ ഗൈസ്, അങ്ങനെ നമ്മൾ കൃഷ്ണഗിരി എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു പൊളി വീഡിയോ ഇവിടെ എവിടെയെങ്കിലൊക്കെ വരെ കാണുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഒരു കരിക്ക് കിട്ടുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിർത്തുക, വീഡിയോ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. ഇവിടെ നമ്മൾ കരിക്ക് കുടിച്ച് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോലുള്ള പരിപാടി. ആണോ? അവിടെ നിർത്താം. വിട്ടോ ടോള് കഴിഞ്ഞിട്ട് നിർത്താം. ആ ഞാൻ കണ്ടായിരുന്നു. പോവാ. അപ്പോൾ നമ്മളിവിടെ നിർത്തുന്നില്ല. അവിടെ ടോള് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതേപോലെ ഒരു സ്പോട്ട് വരുന്നുണ്ട്, അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.